ഗൈസ് ഞങ്ങളിപ്പോ ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അമ്പലത്തിലോട്ടാണ്. ശരി കഴിഞ്ഞെന്ന് തോന്നണ ഗൈസ്. കഴിഞ്ഞു. അതെ കഴിഞ്ഞു. എന്താണ് കഴിഞ്ഞെന്നല്ലേ, കൊടിയേറ്റ് കഴിഞ്ഞു ഗൈസ്. ഇന്നായിരുന്നു നമ്മുടെ അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ ആദ്യത്തെ ദിവസം. അങ്ങനെ കൊടിയേറ്റ് നമുക്ക് മിസ്സായി. പക്ഷെ സാരമില്ല, നമുക്ക് ഇനി സമയം കിടക്കല്ലേ. അപ്പൊ ഇവിടെ തിരുവാതിര തുടങ്ങാൻ പോവാണ്. തിരുവാതിര പാട്ടിപ്പിടും, ഇന്നിടും, നാളെ ഇടും, അടുത്ത സെക്കൻഡിലിടും എന്നൊക്കെ വിചാരിച്ച് കുറേ നേരമായിട്ട് നമ്മുടെ ചേച്ചിമാരവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ 1 മണിക്കൂർ കാത്തിരിപ്പിന് ശേഷം നമ്മൾ പാട്ട് പ്ലേ ചെയ്ത് തിരുവാതിര ആരംഭിച്ചു. എസ്പെഷ്യലി ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ എല്ലാവരും ഭയങ്കര സുന്ദരികളായിരുന്നു കേട്ടോ, നമ്മുടെ ചേച്ചിമാരെല്ലാവരും. അതുപോലെ അവരുടെ ആ ബ്ലൗസിൻ്റെ കളറും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു ലൈറ്റിൽ നല്ല ഭംഗിയായിരുന്നു അവരെ കാണാനായിട്ട്. എന്നെ പോലെ തന്നെ അവിടെ വന്നിരുന്ന എല്ലാവരും ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കസിൻസ് എല്ലാവരും ലാസ്റ്റ് 2 ഡേയ്സിലൊക്കെ വരണ്ടാവുള്ളൂ കേട്ടോ, കാരണം നമ്മുടെ 5 ദിവസത്തെ ഉത്സവമാണ്. അപ്പോൾ എല്ലാ ദിവസവും അവർക്ക് ലീവ് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ ലാസ്റ്റ് 2 ഡേയ്സ് ആയിരിക്കും വരണ്ടാവുക. ലാസ്റ്റ് 2 ഡേയ്സ് ആണ് നമ്മുടെ മെയിൻ. കണ്ടോ, സപ്ലിമെൻ്റ് വിതരണത്തിനാണ് ഈ നിൽക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ അച്ഛൻ, എൻ്റെ ചാച്ചൻ എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉത്സവത്തിൻ്റെ എല്ലാമായിട്ടുള്ള രാജീവേട്ടൻ ചേട്ടനില്ലെങ്കിൽ അവിടെ ഉത്സവം നടക്കില്ല ഗൈസ്. അത്രയും ഒരു പവറാണ് ആ മനുഷ്യന്. അതിനുശേഷം നമസ്യ സ്പേസ് ഫോർ ആർട്സ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പിൻ്റെ അടിപൊളി ഡാൻസ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഞാൻ എന്നെ തന്നെ ഓർത്തുപോയി. പിന്നെ നമ്മൾ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതായി ഈ പോകുന്ന പോക്ക് 7 ബീറ്റ്സ് കാലിക്കറ്റിൻ്റെ ഒരു അടിപൊളി മ്യൂസിക്കൽ ഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കീബോർഡ്, വയലിൻ, ഇലക്ട്രിക് ഗിറ്റാറ്, സ്ലാപ്പ് ബോക്സ്, അതുപോലെ ഒരു ഫ്ലൂട്ടിസ്റ്റ്. അവനെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അവൻ വേറെ ലെവലായിരുന്നു. അവൻ വായിച്ച ഓരോ പാട്ടുകളും ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര ജീവനായിരുന്നു അതിന്. അതിൻ്റെ ഇടയ്ക്ക് നടന്ന വേറൊരു സംഭവമാണ് ഇത്. ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ നാനം കുന്നിന്റെ ഓമലകൾ കാടിന്റെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ ആ ഫ്ലൂട്ടിസ്റ്റിൻ്റെ പാട്ടൊക്കെ കേൾക്കാൻ വന്നിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ പരിപാടിയൊക്കെ സക്സസ്ഫുള്ളി കഴിഞ്ഞതിൻ്റെ സന്തോഷമാണെന്നറിയില്ല. അച്ഛൻ്റെ മുഖത്ത് ആ പ്രകാശം നോക്കൂ. നോക്കട്ടെ ഐസ്ക്രീം എങ്ങനെയുണ്ട്? കൊള്ളൂലേ? കൊള്ളൂലേ മോളെ? അയ്യേ ലച്ചു എങ്ങനെയുണ്ട്? ഗൈസ് അപ്പൊ നമ്മൾ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു, പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇന്ന് മറ്റേ കൊടിയേറ്റായിരുന്നു. കൊടിയേറ്റിന് ആക്ച്വലി നമ്മൾ ഓടിപ്പോയത് കൊണ്ട് കൊടി പൊക്കിയത് നമ്മൾ കണ്ടില്ല. പക്ഷെ സാരില്ല, പോട്ടെ, കുഴപ്പമില്ല. എവിടെന്നെങ്കിലും വാങ്ങിച്ച് ഞാൻ ബ്ലോഗിലിടാൻ നോക്കാം എന്നേ പറയാൻ പറ്റൂ. അതെ, സാരില്ല, ഓക്കെ. അപ്പോൾ ഓക്കെ, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വ്ലോഗ്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.